ചില ദിവസങ്ങളൊക്കെ രാവിലെ എണീക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വിഷമോ എന്തൊക്കെയോ ഒരു മിസ്സിങ്ങും ഒക്കെ തോന്നി. അപ്പോൾ ഞാൻ പയ്യെ കസ്റ്റഡി എടുത്ത് നീക്കുന്ന വേറെ നിലയില്ല കേട്ടോ. കുഞ്ഞു കിടന്നുറങ്ങുവാണ്, ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഞാൻ ജനലൊക്കെ തുറന്ന് വെളിലോട്ട് നോക്കുവാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംസാരിക്കാനെന്ന്. വെളുപ്പംകാലത്ത് ആര് വരാൻ, 5:30 സമയം. അങ്ങനെ പിന്നെ സംസാരിക്കാൻ ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ അങ്ങോട്ട് അനത്തി വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളമാണ്, അത് ഇഞ്ചി ഇട്ടാണ് തിളപ്പിക്കുന്നത്. അത് ഞാൻ തിളപ്പിക്കാൻ വെക്കുവാണ്. അത് തിളപ്പിക്കാൻ വെച്ചിട്ട് മാറി കുറച്ച് നേരം ഇരുന്ന് ചായ കുടിക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ വളരെ സമാധാനത്തോടാണ് ചായ കുടിക്കുന്നത്. കാരണം ഇന്ന് ഞാനിങ്ങനെ ഓർത്തിരിക്കാറുണ്ട് എന്തുണ്ടാക്കുമെന്ന്. എന്തായാലും ഞാൻ ഇന്നലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് ദോശ തന്നെ ഞാൻ ഫിക്സ് ആക്കി. ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാനാണ് കപ്പലണ്ടി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് അത്രയും കൂടി ഇട്ട് അപ്പോഴത്തേക്ക് ഞാൻ കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അരച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി, കടുക്, മുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പെട്ടെന്നൊന്ന് കടുക് താളിച്ച് ഇങ്ങനെ എടുക്കുവാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോകാൻ ചെറിയൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് തുണിയൊക്കെയാണ് പെട്ടെന്ന് ഞാൻ കഴുകി എടുക്കുവാണ് രാവിലെ തന്നെ. കാരണം തുണി കഴുകിയിട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമാണ്. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ചെയ്യാൻ എനിക്ക് എന്തോ ഒരു മടി പോലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തുണി കഴുകി അങ്ങ് എടുക്കുവാണ്. അങ്ങനെ തുണിയെല്ലാം കഴുകി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ദോശ ചുട്ട് മാറാമെന്ന് വിചാരിച്ചിട്ടോ. ചൂടോടെ പാക്കിങ് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് ദോശ ഉണ്ടാക്കുമായിരുന്നേ. അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി അവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അവനെ വിളിച്ചുണർത്താനാണ് എനിക്ക് ഏറ്റവും പാട്. അന്നേരം ഞാനിന്ന് പയ്യെ ഒന്ന് വിളിച്ച്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. നാളെയും മറ്റന്നാളും അവന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ള. പക്ഷേ കുഞ്ഞിന് രാവിലെ എണീക്കാൻ മടിയൊന്നുമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അവനെ വിളിച്ചുണർത്താനാണ് മടി. പിന്നാണ് ഇന്ന് അവൻ്റെ ഫേവറേറ്റ് ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. ഈ ഒരു പാൻറ്റും ബനിയനും അവന് ഭയങ്കര ഇഷ്ടമാണ്, ഈ യൂണിഫോം. എന്തോ ഭാഷയാണെന്ന് എന്നോട് ചോദിക്കരുത്. ഏതോ ഒരു ഭാഷയിൽ കൃഷ്ണനെയൊക്കെ വിളിച്ചിട്ട് പയ്യെ സ്കൂളിലോട്ട് പോവാണ്. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ കൈകൊട്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അവനും കൈകൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പയ്യെ സ്കൂളിലോട്ട് പോയപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പോവാണ്. കാരണം ഇന്ന് ഈ കളറിലുള്ള ഡ്രസ്സും കൂടെ ആണല്ലോ, അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്നേരത്തേക്ക് എല്ലാ പിള്ളേർക്കും ഒരേ സന്തോഷം തന്നെ കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, എനിക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷം. 2 ദിവസത്തിന് രാവിലെ എണീക്കുകയും വേണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞ് രാവിലത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.